പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിൻ്റെ കാര്യത്തിൽ തൻ്റെ മനസ്സിലുള്ള സംശയം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ചിന്താമണിയുടെ അമ്മ. മാത്രവുമല്ല, തൻ്റെ മനസ്സിലെ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്ത് പറയും എന്നറിയാതെ പകച്ചു പോകുന്ന മീനു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാനും സാറും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ പോയി മടങ്ങി വന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയും ക്രൂശിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതെല്ലാം അനുവദിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന്, നീ എന്ത് തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്? ഈ മാല കണ്ടില്ലേ? വിവാഹം കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഇത്. നിങ്ങൾക്കൊരു മാല കണ്ടാൽ അങ്ങനെയാണോ തോന്നുക? ഒരു മാലയ്ക്ക് എന്തോരം അർത്ഥമുണ്ട്. വിവാഹം കഴിഞ്ഞവർ മാത്രമാണോ ഈ മാല ഇടുക? ഇത് തുളസി മാലയാണ്. വിവാഹം കഴിഞ്ഞവർ തന്നെയാണ് ഇടുക. അതുകൊണ്ട് നീ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിന്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. എങ്ങനെയെങ്കിലും സൂരജിനെ വളച്ചെടുക്കണം, അല്ലേ? ഓ, നിങ്ങളെ പോലെയുള്ള ചീപ്പ് ചിന്താഗതിയുള്ളവരോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. നിങ്ങളെ ബോധിപ്പിക്കേണ്ട ചുമതലയൊന്നും എനിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഞാനിനി നിങ്ങളോട് ഒന്നും തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് സൗകര്യമുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം, പോരെ? ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറയും എന്നറിയാതെ നിൽക്കുന്ന അവർ ചിന്താമണിയെ ചെന്ന് കാണുകയാണ്. ചിന്താമണി, നീ സൂക്ഷിക്കണം. ആ മീനു, അവൾ പഠിച്ച കള്ളിയാണ്. ഇപ്പോൾ നടന്നതൊന്നും മറ്റുള്ളവർ അറിയരുത് എന്നുള്ള നിലപാട് ഉള്ളതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ആ കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നീ എടുത്ത് ചാടിയാൽ തിരിച്ചടി ഉണ്ടാകുന്നത് നിനക്ക് തന്നെ ആയിരിക്കും. നീ സൂക്ഷിക്കണം ചിന്താമണി. സൂരജിൻ്റെ മേൽ ഒരു കണ്ണുണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക. അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ചിന്താമണി. അമ്മേ, സൂരജേട്ടൻ യാതൊരു തെറ്റും ചെയ്യുകയില്ല എന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇവൾ തന്നെയാണ്. ഇവൾ മാത്രമാണ് അതിന് പിന്നിൽ. എനിക്ക് ആ കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കണം. നീ പേടിക്കാതിരിക്കെ. ഇവൾക്കുള്ള തിരിച്ചടി നമ്മൾ കൊടുത്തിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇവൾക്കുള്ളത് നമുക്ക് ശരിയാകാം എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷേ മീനു ആകെ അസ്വസ്ഥയായി നടക്കുന്നത് കാണാൻ ഇടയാകുന്ന മീനുവിൻ്റെ അമ്മ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്താ മീനു, എന്തു പറ്റി? മനസ്സാകെ അസ്വസ്ഥമാണ് എന്ന് തോന്നുന്നല്ലോ. അതെ അമ്മ, ഇരുന്നിട്ടൊരു സുഖവുമില്ല ഇവിടെ. എന്തൊരു ശല്യമാണ് ഇവരെ കൊണ്ട്. ചെയ്യാത്ത കാര്യത്തിനാണ് ഇപ്പോൾ എനിക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടതായി വരുന്നത്. അതാണ് എന്നെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. സത്യത്തിൽ ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഞാൻ. പക്ഷേ ഇതിലൊന്നും വീണു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അത് നേടിയെടുത്തിട്ട് വേണം ഇനി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. ഇത് കേട്ടതിനെ തുടർന്ന്, ഇനി എന്താണ് നിന്റെ പ്ലാൻ? എന്തായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലല്ലോ. അതെ അമ്മേ, അത് എനിക്കറിയാം. പക്ഷെ തോറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ ഞാൻ തുടങ്ങുകയായി. ഇതിനിടയിലാണ് ശിവരഞ്ജിനി തൻ്റെ പുതിയ നീക്കത്തെ പറ്റി വ്യക്തമാക്കുന്നത്. അവളുടെ തോൽവി എനിക്ക് കാണണം. തോറ്റു നിൽക്കുന്ന അവളെ എനിക്ക് പോയി പരിചയപ്പെട്ട് സംസാരിക്കണം.
അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി അടുത്ത തിരിച്ചടി കൊടുക്കാൻ സമയമായിരിക്കുന്നു. ഇനി അവൾ കരയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് വ്യക്തമാക്കുകയാണ് ശിവരഞ്ജിനി. ഇതോടെ പുതിയൊരു ദുരന്തം തേടി വരികയാണ് ഇപ്പോൾ മീനുവിനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.